നമ്മള് ഹോമോജീനസിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ളത് ആ ഫിബൊനാച്ചി സീരീസ് ആയിരുന്നു, സീക്വൻസ് ആയിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെ ഒരു +1 വന്നിട്ടുണ്ട്. അതായത് ഈ 1+√5/2 1 - √5/2 ആവുന്ന ആ ഒരു ക്വസ്റ്റ്യന് കുറെ വട്ടം കണ്ടിട്ടുണ്ട്. ഇവിടെ 1 ആണ്. 1 ആണെങ്കിൽ നമ്മൾ an⁻p എന്താ ചൂസ് ചെയ്യുക? 1 ആണെങ്കിൽ an⁻p നമുക്ക് ചൂസ് ചെയ്യുക കോൺസ്റ്റന്റ് ആണ്. an⁻p ആയിട്ട് ചൂസ് ചെയ്യുക നമ്മൾ a ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം? an = CR⁻n എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ an - an - 1 - an - 2 = എന്ത് വരും? എന്താ നമുക്ക് കിട്ടുക? 0. കാരണം ഹോമോജീനസ് പാർട്ടാണ് ഫസ്റ്റ് ചെയ്യണത്. അപ്പോ an ഞാൻ CR⁻n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ എങ്ങനെ എഴുതാം? CR⁻n - 1 CR⁻n - 2 സികളെല്ലാം ക്യാൻസൽ ആക്കി. ഇനി എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ r⁻n ചെയ്തു. ഡിവൈഡഡ് ബൈ r⁻n ചെയ്യുമ്പോൾ r² - r - 1 = 0 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ r-ന്റെ വാല്യൂ എന്ത് വരും? 1 + √5/2 1 - √5/2 ഇത് കാൽക്കുലേറ്റർ തരും. അപ്പൊ നമ്മൾ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ളതായതുകൊണ്ട് α1 × r1⁻n +α2 × r2⁻n എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പൊ അത് അവിടെ നിന്നു. ഇനി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പർട്ടിക്കുലറിന്റെ പാർട്ട് an കണ്ടുപിടിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്തു? a എന്ന് കൊടുത്തു. ഇതിലിപ്പോ n ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഏകളാണ്. കണ്ടോ? an⁻p നമുക്ക് n വന്നിട്ടില്ലല്ലോ, a മാത്രല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ a-ന്റെ വാല്യൂ -1 കിട്ടി. അപ്പൊ an⁻p -1 ആണ്. മനസ്സിലായി? അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? an = an⁻h an⁻p എന്ന് എഴുതുന്നു. an⁻h എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? α1 × 1 + √5/2 n +α2 × 1 - √5/2 n -1 ആണോ +1 ആണോ വരിക? -1. കാരണം an അതാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് ആ രണ്ട് കണ്ടീഷൻ? ആദ്യത്തെ a1 = 0, രണ്ടാമത്തെ a0 = 0. a0 = 0 ഉണ്ട്, a1 = 0 ഉണ്ട്. n-ന് 0 കൊടുത്തപ്പോൾ എനിക്ക് തന്നു a0 = α1. ഈ ഒരു ടേം 1 ആവില്ലേ? കാരണം ഈ ടേം ⁻0 എന്ന് പറയുന്നത് 1 ആണ്. α1 + α2 - 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് α1 + α2 = 1. ഇനി α2 = 1 - α1 എന്നും കൂടി നമുക്ക് എഴുതാം. ഇനി അടുത്തത് a1 ഞാൻ ചെയ്യാണ്. a1 ചെയ്തപ്പോ α1 × 1 + √5/2 α2ന് പകരം എനിക്ക് എന്ത് എഴുതാം? 1 - α1 1 - √5/2 -1. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് α1 × 1 + √5/2 മൈനസ് α1 × 1 - √5/2 1 - √5/2 -1 = 0. ഇതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഉള്ളത് അല്ലെ? അപ്പൊ ഇതിൽ α1 ഞാൻ കോമൺ ആയി എടുക്കുകയാണെങ്കിൽ α1/2 എന്നുള്ളത് കോമൺ ആയി എടുക്കുകയാണെങ്കിൽ 1 + √5 -1 + √5 എന്ന് വരും. 1ഉം -1ഉം വെട്ടിപ്പോയി. ഇവിടെ മുകളിൽ 2√5 എന്ന് വരും. പിന്നെ ഉള്ളത് ഏതാണ്? 1 - √5/2. ഈ 1നെ ഞാൻ 2/2 എന്ന് എഴുതാണെങ്കിൽ അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയില്ലേ? അപ്പൊ നമുക്ക് എന്താ വരുന്നത്? -1 - √5/2 = 0. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് α1 √5 ഈ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? √5 + 1/2. അപ്പൊ α1 എന്ന് പറയുന്നത് 1 + √5/2 എന്നാണ് α1. അങ്ങനെയാണെങ്കിൽ α2 എന്തായിരിക്കും?
2√5 അല്ലേ? ഈ √5 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ 2√5. അപ്പൊ എനിക്ക് ഇനി α2 കൂടി ആവശ്യമാണ്. α2 അപ്പൊ എന്തായിരിക്കും? α2 ഈക്വൽ ടു 1 മൈനസ് α1 1 പ്ലസ് √5 ഡിവൈഡഡ് ബൈ 2√5. ഈ 1നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2√5 മൈനസ് 1 മൈനസ് √5 ഡിവൈഡഡ് ബൈ 2√5 എന്നല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? √5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2√5. എനിക്ക് α1 α2 കിട്ടി. അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഈ ഒരു ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈ 1 മൈനസ് √5/2 എന്നൊക്കെ വന്നതുകൊണ്ടാണ് സൈൻ മൾട്ടിപ്ലിക്കേഷനിൽ അത് എത്രത്തോളം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടണേന്നുള്ള കാര്യം നോക്കേണ്ടത്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും നമ്പർ ആണ് ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. നേരെ പോയിട്ട് സൈൻ മൾട്ടിപ്ലിക്കേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ ക്വസ്റ്റ്യൻ പകുതി കാണാല്ലേ. ഇത് 2020 6 മാർക്കിന്. അന്ന് അവർക്ക് 6ഉം 7ഉം ഒക്കെ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കിട്ടിയിരുന്നത്. നമുക്ക് പിന്നെ 5ഉം 4ഉം ഒക്കെ അല്ലേ. ഏറിക്കവിഞ്ഞ് 6 വരെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ചില പേപ്പറിലൊക്കെ 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ കാണാണ്ട്. നമ്മുടെ തന്നെ ഇപ്പോഴത്തെ സപ്ലി പേപ്പറിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൊഡ്യൂൾ 1ന്ന് ഒരു 9 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര റയർ ആയിട്ടാണ് അങ്ങനെ കണ്ടിട്ടുള്ളൂ. an+2 മൈനസ് 4an+1 പ്ലസ് 3an ഈക്വൽ ടു -200ഉം ബാക്കിയുള്ള വാല്യൂ എന്ന് പറയുന്നത് a0ന്റെ വാല്യൂ 3000ഉം a1ന്റെ വാല്യൂ 3300 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ an ഈക്വൽ ടു an⁻h പ്ലസ് an⁻p എന്ന് എഴുതാം. അതൊക്കെ സാധാ പോലെ തന്നെ an ഈക്വൽ ടു CR⁻n എന്ന് എഴുതുന്നു. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വന്നു? r² മൈനസ് 4r പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. കാൽക്കുലേറ്ററിൽ കൊടുക്കുന്നു. അപ്പൊ 13 എന്ന് വരുന്നു. α1 ഇൻറ്റു 1n 1n ആയതുകൊണ്ട് 1 തന്നെ ആയതുകൊണ്ടാണ് എഴുതാത്തത്. പ്ലസ് α2 ഇൻറ്റു 3n. അവിടെ 1n എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന ആള് -200 ആയതുകൊണ്ട് ഞാൻ a എന്ന് കൊടുക്കുന്നു. അതാണല്ലോ നമ്മുടെ ശീലം. അത് കൊടുത്തപ്പോ എന്തുണ്ടായി വെച്ചാൽ a മൈനസ് 4a പ്ലസ് 3a ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ 0 ഈക്വൽ ടു -200 എന്ന് കിട്ടി. ഇത് ഒരിക്കലും പോസിബിൾ ആയ ഒരു കാര്യമല്ല. അപ്പൊ നമ്മളെടുത്ത an⁻p മാറ്റണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളിത് മാറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇത് ഇൻറ്റു n ചെയ്യുന്നു. ഇൻറ്റു n ചെയ്യുമ്പോൾ നമുക്ക് an വന്നു. ഇപ്പൊ നമ്മുടെ an⁻p എന്ന് പറയുന്ന ആൾ ആരായി? an ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ എന്താ പറയാ, ഇതിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആയതുകൊണ്ടാണ് an ചെയ്തേക്കുന്നത്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞൊരു ക്വസ്റ്റ്യനില് 2 എന്നുള്ള റിപ്പീറ്റ് അടിക്കുന്ന ഐഗൻ വാല്യൂ അല്ല, റിപ്പീറ്റ് അടിക്കുന്ന r-നെ നമുക്ക് കാണാം. അപ്പൊ ഈ r റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ an² എന്നാണ് ഇട്ട് കൊടുക്കുക. ഇവിടെ മൾട്ടിപ്ലിസിറ്റി 1 ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? an കൊടുത്തു. അങ്ങനെയാണെങ്കിൽ an+1 എന്ത് വരും? a ഇൻറ്റു n+1 എന്ന് വരും. an+2 എന്ത് വരും? a ഇൻറ്റു n+2 എന്നാണ് വരുന്നത്. a ഇൻറ്റു n+2. അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? an+2 മൈനസ് 4an+1 പ്ലസ് 3an ഈക്വൽ ടു -200. ഓരോ an-നും ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ a ഇൻറ്റു n+2 മൈനസ് 4a ഇൻറ്റു n+1 പ്ലസ് 3an ഈക്വൽ ടു -200 എന്ന് കിട്ടിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ an+2a മൈനസ് 4an മൈനസ് 4a അടുത്തത് പ്ലസ് 3an ഈക്വൽ ടു -200 എന്ന് കിട്ടി. ഞാൻ n ഉള്ളതിനൊക്കെ ഒരുമിച്ച് ചെയ്താണ്. n ഇൻറ്റു a-ലുണ്ട്, പിന്നെ -4a-ലുണ്ട്, പിന്നെ n ഉള്ളത് പ്ലസ്, പിന്നെ എവിടെയുള്ള ഇതിൽ നമ്മൾ ചെയ്തപ്പോ പ്ലസ് 3a-ലുണ്ട്. അതിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ n? an-ല് വന്നു. അടുത്തതില് -4a-ല് കാണാണ്ട്, പിന്നെ പ്ലസ് 3a-ല് വന്നിട്ടുണ്ട്.
പിന്നെ ബാക്കിയുള്ള ഏതാണ് 2a ഉണ്ട്. പിന്നെ n എവിടെ വന്നിട്ടുള്ളത്? 2a മാത്രമേ ഉള്ളൂ. 2a minus 4a equal to minus 200 എന്ന് വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, 3a plus a. ഇവിടെ 2 വട്ടം minus 4a എന്ന് എഴുതിയിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. ഇവിടെ നോക്കൂ, 4a minus 4a അത് 0 ആണ്. അപ്പൊ അവിടെ നമുക്ക് അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോണില്ല. ഇനി ഇവിടെ ഉള്ളത് minus 2a equal to minus 200 എന്നാണ്. a equal to 100 എന്ന് കിട്ടി. an raised to p എന്ന് പറഞ്ഞപ്പോ നമ്മുടെ 100 എന്നാന്ന് മനസ്സിലായി. ഇനി എനിക്ക് ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുള്ളൂ, ആൽഫ 1നെയും ആൽഫ 2നെയും കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ്. അത് നമുക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം? an equal to an raised to h plus an raised to p. an raised to h എന്താ കിട്ടിയേക്കുന്നത്? ആൽഫ 1 plus ആൽഫ 2 into 3 raised to n. ഇപ്പൊ നമുക്ക് കിട്ടി 100n. ഇനി എനിക്ക് ഇതിന്റെ വാല്യൂസ് കൊടുക്കണം. a not equal to 3000 എന്നും a1 equal to 3300 എന്നും കിട്ടും. അപ്പൊ n-ന് 0 വരുമ്പോ a not equal to ആൽഫ 1 3 raised to 0ന്റെ വാല്യൂ 0, 3 raised to 0ന്റെ വാല്യൂ 1. അപ്പൊ ആൽഫ 1 plus ആൽഫ 2 equal to എന്ത് വന്നു? 3000 എന്ന് വന്നു. അതൊരു ഇക്വേഷൻ. ഇനി അടുത്തത് എനിക്ക് കൊടുക്കാനുള്ളത് n-ന് 1 ആണ്. അപ്പൊ n-ന് 1 കൊടുക്കുമ്പോ എനിക്ക് എന്ത് വരുന്നു? ആൽഫ 1 a1 equal to alpha 1 plus 3 alpha 2 plus 100 equal to 3300 എന്ന് കിട്ടും. alpha 1 plus 3 alpha 2 equal to 3200 എന്ന് കിട്ടും. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? simulation അല്ല, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. കാൽക്കുലേറ്റർ എടുക്കുക, simulation ഇട്ട് കൊടുക്കുക. അപ്പൊ ആൽഫ 1ന്റെ വാല്യൂ എനിക്ക് എന്ത് വരും? 2900 എന്നും ആൽഫ 2ന്റെ വാല്യൂ 100 എന്നും കിട്ടും. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൽഫ 1ന്റെ. അപ്പൊ ഫൈനൽ ആൻസർ എന്തായി? an equal to 2900 plus 100 into 3 raised to n plus 100n. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അത് നമ്മുടെ ആൻസർ. ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ഓഫ് ദ റെക്കറൻസ് റിലേഷൻ. ഇതിൽ നമുക്ക് ആൽഫ 1നെയും ആൽഫ 2നെയും ഒന്നും കണ്ടുപിടിക്കാനില്ല. കുറച്ചധികം ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണിത്. an equal to 4an minus 1 minus 4an minus 2 plus n plus 1 into 2 raised to n. കണ്ടോ? n plus 1 into 2 raised to n എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ an raised to p എന്താണ് കൊടുക്കുക? r raised to n ആണെങ്കിൽ നമ്മൾ a r raised to n എന്ന് കൊടുക്കും. n plus 1 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? an plus b എന്ന് കൊടുക്കും. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ an plus b into 2 raised to n ആണ് r ആയിട്ട് കൊടുക്കേണ്ടത്, an raised to p ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ സാധാരണ ഹോമോജീനസ് പാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് വരും? ഹോമോജീനസ് പാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് an minus 4an minus 1 plus 4an minus 2 equal to 0 എന്ന് കൊടുത്തു. an equal to c r raised to n ആണ്. അപ്പം c r raised to n minus 4c r raised to n minus 1 plus 4c r raised to n minus 2 divided, cകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, divide r raised to n minus 2. ഇത് ചെയ്യുമ്പോൾ r square minus 4r plus 4 equal to 0. അവിടുന്ന് എനിക്ക് കിട്ടിയത് റിപ്പീറ്റ് അടിക്കുന്ന r equal to 2 2 എന്നാണ്. റിപ്പീറ്റ് അടിക്കുന്ന എന്താണ് കിട്ടിയത്? റൂട്ടുകളാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നമ്മുടെ an raised to h എന്ത് വരും? an raised to h എന്ന് പറഞ്ഞാൽ ആൽഫ 1 പ്ലസ് ആൽഫ 2n r raised to n 2 raised to n. അപ്പൊ നമ്മൾ എഴുതുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ ഒന്ന് നോക്കൂ, അതും അതന്നെയല്ലേ കിടക്കുന്നത്.
ഇതെന്ത് ഫോർമുല? an plus b 2 raised to n. നമ്മൾ ശരിക്കും എടുക്കേണ്ട എന്താണ് an raised to p എന്ന് പറയുന്നത് എന്താണ്? an plus b into 2 raised to n. രണ്ടും ഒരേപോലെ കിടക്കുന്നതുകൊണ്ട് ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് നേരത്തെ നമുക്ക് ഉണ്ടായില്ലേ 100 equal to 0 എന്ന് അങ്ങനെ എന്തോ കിട്ടിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു? ഞാൻ മൾട്ടിപ്പിൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അങ്ങനെ ആക്ച്വലി n കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നിരുന്നേനെ. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിസിറ്റി 2 ആയതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്? n സ്ക്വയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. കണ്ടോ? But our homogeneous solution contain n 2 raised to n and 2 raised to term already present in the homogeneous part. So we have to multiply n square എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് an raised to p എന്ന് പറയുന്നത് എന്തായി? n square into an plus b 2 raised to n ആയിരുന്നു ഒറിജിനലി ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഒരു n സ്ക്വയറിനെയും കൂടി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇങ്ങനെ എഴുതാം, an ക്യൂബ് പ്ലസ് bn സ്ക്വയർ ഇൻറ്റു 2 raised to n. അടുത്ത നമ്മുടെ എയിം എന്താ വെച്ചാ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തെറ്റാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം എന്താണ് a മൈനസ് ബി ഹോൾ ക്യൂബ് ഒക്കെ അറിയണം. അപ്പൊ ഞാനിത് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കാം. അപ്പൊ എന്തിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്? അതൊന്നും കൂടി എഴുതണം. an ഈക്വൽ ടു 4, അത് ഇതിനൊക്കെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരാം. an മൈനസ് 4an മൈനസ് 1 പ്ലസ് 4an മൈനസ് 2 ഈക്വൽ ടു n പ്ലസ് 1 ഇൻറ്റു 2 raised to n കിട്ടി. അപ്പൊ നമുക്ക് an ആയിട്ടുള്ളത് എന്താണ്? an ആയിട്ടുള്ളത് an ക്യൂബ് പ്ലസ് ബി പ്ലസ് bn സ്ക്വയർ ഇൻറ്റു 2 raised to n ആണ് കയ്യിലുള്ളത്. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ an ക്യൂബ് പ്ലസ് bn സ്ക്വയർ ഇൻറ്റു 2 raised to n മൈനസ് 4 ഇൻറ്റു അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത്. 4 ഇൻറ്റു എന്ത് വരും? n ഉള്ളിടത്തൊക്കെ n മൈനസ് 1 ആകുമ്പോൾ അതിനുള്ള മാറ്റം വരും. 4 ഇൻറ്റു a ഇൻറ്റു n മൈനസ് 1 ക്യൂബ് പ്ലസ് b ഇൻറ്റു n മൈനസ് 1 സ്ക്വയർ ഇൻറ്റു 2 raised to n പ്ലസ് 4 ഇൻറ്റു a ഇൻറ്റു n മൈനസ് 2 ക്യൂബ് n മൈനസ് 2 ക്യൂബ് പ്ലസ് b ഇൻറ്റു n മൈനസ് 2 സ്ക്വയർ ഇൻറ്റു 2 raised to n ഈക്വൽ ടു എന്ത് വന്നു? n പ്ലസ് 1 ഇൻറ്റു 2 raised to n. എല്ലാ ടേമിലും 2 raised to n ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കണ്ടോ? എല്ലാ ടേംസിലും അതുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഓക്കെ. n മൈനസ് 1 ക്യൂബിന് എങ്ങനെ എഴുതാം? a ക്യൂബ് മൈനസ് 3a സ്ക്വയർ b പ്ലസ് 3b സ്ക്വയർ മൈനസ് 1. ഓർമ്മയില്ലേ? a മൈനസ് ബി ക്യൂബ് a ക്യൂബ് മൈനസ് ബി ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b മൈനസ് 3a സ്ക്വയർ b. കാരണം മൈനസ് ഉള്ളത് ബിയിലാണ്. അപ്പൊ ബിയുടെ പവർ 1 ആവുന്ന സമയത്ത് മൈനസ് വരും. പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബിന് സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവുമല്ലോ. ഇതാണ് a മൈനസ് ബി ഹോൾ ക്യൂബ്. ഇനി അടുത്തത് n മൈനസ് 1 സ്ക്വയർ. അത് നമുക്കറിയണതല്ലേ? a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അത് ചെയ്യുമ്പോൾ n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 എന്ന് വന്നു. അടുത്തത് n മൈനസ് 2 ക്യൂബ് ഇത് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ a ക്യൂബ് മൈനസ് 2a സ്ക്വയർ b 2 ഇൻറ്റു a സ്ക്വയർ ഇൻറ്റു b പ്ലസ് 2 ഇൻറ്റു b സ്ക്വയർ ഇൻറ്റു a മൈനസ് b ക്യൂബ് മൈനസ് 8. അപ്പൊ ഇത് മൊത്തത്തിൽ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? n ക്യൂബ് മൈനസ് 3 ഇൻറ്റു a സ്ക്വയർ b എന്നല്ലേ? അപ്പൊ ഇവിടെ 2 അല്ല 3. ഇത് 3 ആവും.
ഇത് 3 ആവും. അപ്പൊ 3 × 2 എന്ന് പറയുന്നത് നമുക്ക് 6n² പ്ലസ് 12n മൈനസ് 8. അടുത്തത് n മൈനസ് 2² എന്ന് ചെയ്യുമ്പോൾ a² മൈനസ് 2ab പ്ലസ് b². അപ്പൊ നമ്മൾ അതുവരെ എത്തിയിട്ടുണ്ട്. എവിടെ വരെ എത്തി? ഇതെത്തി. ഞാൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. an³ പ്ലസ് bn². ഇതൊക്കെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയും ബിയും ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇക്വേറ്റ് ലൈക്ക് പവേഴ്സ് ഓഫ് n ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ ഇപ്പുറത്തെ സൈഡിൽ n-ന്റെ പവർ 1 ആണ് കേട്ടോ. ഇനി ഇവിടെ n-നൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്? പറക്കിയെടുത്ത് എഴുതാൻ പോവാണ്. 3a വന്നിട്ടുണ്ട്. പിന്നെ 3an മൈനസ് 2bn. പിന്നെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? n-ന്റെ പവേഴ്സ് നമുക്ക് നോക്കാം. നോക്കുമ്പോ 3an കണ്ടു. 3an ഇവിടെ ഒന്നും n വന്നിട്ടില്ല. 3an കിട്ടി. പിന്നെ മൈനസ് 2bn വരുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തതില് 12an കിട്ടിയിട്ടുണ്ട്. പിന്നെ മൈനസ് 4bn കിടക്കുന്നുണ്ട്. ഇതെല്ലാം ബിന്റെ ഇതാണ്. അപ്പൊ ഒരു മൈനസ് 2 കൂടി ഉണ്ടെന്നാണ് പറയണത്. 12a പ്ലസ് 14 ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ? an³ പ്ലസ് ഇക്വേറ്റ് ലൈക്ക് പവേഴ്സ് ഓഫ് n എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി -2 പുറത്തിരിക്കുന്നുണ്ട്. അപ്പോ ഇൻറ്റു ഇതെന്തായി മാറും? ഈ ടേം എന്തായി മാറും? -2 പുറത്തുള്ള ശ്രദ്ധിച്ചില്ല. -6a എന്നാവും. അടുത്തതില് -4b എന്ന് വരും. അടുത്തതില് 12a. അതിന്റെ പുറത്തൊന്നുമില്ല. 12a മൈനസ് 4b എന്ന് നമുക്ക് കിട്ടി. ഒന്ന് -4b. ഇവിടെ ഉള്ളത് -2 ആണ് പുറത്ത്. അപ്പൊ മൈനസും മൈനസും കൂടി അതെന്തായി? പ്ലസ് ആയിട്ടുണ്ട്. അപ്പോ 4b മൈനസ് 4b ക്യാൻസൽ ആയി. ഇവിടെ 6a. അപ്പുറത്ത് 1 ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ n മാത്രം ഉള്ളതുകൊണ്ട് 1 ആണ്. അപ്പൊ a-ന്റെ വാല്യൂ 1/6 കിട്ടി. ഇനി അതേപോലെ നമുക്ക് എന്ത് കോൺസ്റ്റന്റ് കൂടി നോക്കണം. a = 1/6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോൺസ്റ്റന്റിന് നോക്കാൻ പോവാണ്. -a. കോൺസ്റ്റന്റിന് നോക്കുമ്പോ ഇവിടെ എന്താണ്? വീണ്ടും ഞാനത് മറന്നു. പുറത്തുള്ള -2നെ മറക്കരുത്. -2a ഉണ്ട്. പിന്നെ -2b ഉണ്ട്. 2 നെഗറ്റീവ് വന്നിട്ടുണ്ട്. 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണല്ലോ. അപ്പൊ 2a മൈനസ് 2b. ഇനി ഇവിടേക്കൊക്കെ വരുമ്പോ -8a. ഇവിടേക്ക് വരുമ്പോ +4b = 1. ഇവിടെ കോൺസ്റ്റന്റും ഇവിടെ ഫസ്റ്റ് ഡിഗ്രി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആദ്യം ഞാൻ ഇതൊന്നും എടുത്ത് നോക്കണത്. ഇനിയിപ്പൊ ഇതിലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് n²ന്റെ കോഎഫിഷ്യൻസ് ഒക്കെ എടുത്ത് നോക്കേണ്ടി വന്നേനെ. അപ്പൊ 2a മൈനസ് 8a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -6a. -2b പ്ലസ് 4b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2b = 1 കിട്ടി. a-ന്റെ വാല്യൂ എന്താന്ന്? 1/6 ആണ്. അപ്പൊ ഇതിന് 1/6 കൊടുക്കും. ഇത് -1 പ്ലസ് 2b = 1. 2b = 2. ബിയുടെ വാല്യൂ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. പിന്നെ ഇതിന് α1 α2 കൂടി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇനിയും പ്രോബ്ലം നീണ്ടു പോയി തന്നെ. നമുക്കപ്പോ അവിടെ a-ന്റെയും b-ന്റെ വാല്യൂ കിട്ടി. അതെന്തിനപ്പോ a-ന്റെയും b-ന്റെ വാല്യൂ പറയണത്? an³ പ്ലസ് bn² പ്ലസ് 2n നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കംപ്ലീറ്റ് ആക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ദ റെക്കറൻസ് റിലേഷൻ ടുഗദർ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ a0 = 6 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഇത് ചെയ്യുമ്പോ എന്ത് വന്നു? സാധാ പോലെ അത് സാധാ ക്വസ്റ്റ്യൻ ആണ്. നോൺ ഹോമോജീനസ് ഒന്നല്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു? a0 6ഉം a1 8ഉം തന്നിട്ടുണ്ട്. നോൺ ഹോമോജീനസ് ഒന്നല്ല. എന്താണ്? സാധാ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. an = c r⁴n.
ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? -4cr⁻n−1 + 4cr⁻n−2 എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു, ഡിവൈഡഡ് ബൈ r⁻n−1 ചെയ്തു. അപ്പൊ rന്റെ വാല്യൂ 2 എന്ന് വന്നു. അപ്പൊ നമുക്കറിയാം α1 + α2 n 2n, കാരണം ഇത് റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുലയാണ് α1 + α2 n × 2n. അപ്പൊ n-ന് 0 കൊടുക്കാണ്, n-ന് 0 കൊടുത്തതിന് ഈ ടേം പോയി. അപ്പൊ α1 × 2⁻0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ α1 = 6. അടുത്തതിൽ എഴുതുമ്പോൾ ഞാൻ 6 എന്ന് കൊടുത്തു, കാരണം നമുക്കത് അറിയാലോ. 6 + α2 × 2 എന്നാണ് കിട്ടുന്നത്, കാരണം n-ന് 1 കൊടുക്കുമ്പോൾ അത് 1 ആയി. 2⁻1 2 ആണ്. 6 + α2 × 2 = 8 എന്ന് കിട്ടി. അപ്പൊ 6 + α2 എന്ന് പറയുന്നത് 4 ആണ്. ഈ 6-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 4 - 6 എന്ന് വരും. അതിന്റെ വാല്യൂ -2 ആണ്. അപ്പൊ നമ്മൾക്ക് ന്റെ വാല്യൂ എന്ത് കിട്ടി? 6 - 2n 2n. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തതും എന്തുപോലെയാണ്? ഇങ്ങനെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ എടുത്തിട്ടു എന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ ചെയ്ത ഒരു പ്രോബ്ലം കുറച്ച് ലെങ്ത് തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ പകുതിയെങ്കിലും, അതായത് നമുക്ക് പറ്റുന്നിടത്തോളം ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. ഒന്നും ചെയ്യാണ്ടിരുന്നാലാണ് നമുക്ക് ഒന്നും